إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له يعلم خائنة الأعين وما تخفي الصدور، فإنه لا يخفى عليه خافية. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ സ്നേഹ സമ്പന്നരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നാം ഒറ്റപ്പെടുന്ന തനിച്ചാകുന്ന രഹസ്യ ജീവിതത്തിൽ പാലിച്ചും പുലർത്തിയും ആ ജീവിതം ധന്യമാക്കണമേ എന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്രയിൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന സഹാബി പറയാം, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലാണ്. വംറഅത്തുൻ മിനൽ അൻസാരി അല നാഖ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട്. യാത്രക്കിടയിൽ അവർ കണ്ട ഒരു കാഴ്ചയാണ്. ഫളജിറത്, ആ ഒട്ടകം ഒരു അലസത കാണിച്ചു. യാത്രക്കിടയിൽ യാത്രാ മൃഗങ്ങൾ അലസത കാണിക്കുന്നത് പോലെ ആ ഒട്ടകം കുറച്ചു നേരം ഒരു അലസത കാണിച്ചപ്പോ ഫലഅനത്ഹ, ആ സ്ത്രീ, അൻസാരികളിൽപ്പെട്ട ആ സ്ത്രീ ആ ഒട്ടകത്തെ ശപിച്ചു. ആ ഒട്ടകത്തെ ആ അലസത കാരണം ഒരു ശാപവാക്ക് പ്രയോഗിച്ചു. ഫസമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ ഖുദൂ മാ അലൈഹ, അതിന്റെ മുകളിൽ നീ വെച്ച ഭാണ്ഡക്കെട്ടൊക്കെ എടുത്ത് താഴെ വെച്ചോ. അതുപോലെ തന്നെ അതിന്റെ മേലെ എന്തൊക്കെ നീ വെച്ചിട്ടുണ്ടോ അതൊക്കെ എടുത്ത് താഴെ വെച്ചോ. നീ പറഞ്ഞ ആ പ്രാക്ക്,
നമ്മളെ നാട്ടിൽ പറയുമ്പോൾ പ്രാക്ക്, ശാപം, അത് അതിനെ ഏറ്റിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹി മുഖാന്തിരം പറയാണ്, അപ്പൊ ആ ദേഷ്യത്താൽ ഉണ്ടായ ആ സംസാരം, നമ്മള് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ അറിയാതെങ്കിലും ആ ദേഷ്യത്തിന്റെ പുറത്തോ വിഷമത്തിന്റെ പുറത്തോ ഒക്കെ ആളുകൾ പറഞ്ഞു പോക്കുണ്ടല്ലോ, ഇതൊന്നും ഒരിക്കലും നന്നാവൂല, ഈയൊക്കെ അങ്ങനെ പോവുള്ളൂ, അന്നൊന്നും പടച്ചവൻ സ്വർഗത്ത് കയറ്റൂല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ശാപവാക്കുകൾ. അതുപോലെ ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ ദേഷ്യം പിടിച്ചപ്പോ ഈ സ്ത്രീ അറിയാതെ പറഞ്ഞുപോയി. അവര് സ്ഥിര യാത്ര ചെയ്തിരുന്ന ഒരു മൃഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആ ശാപം, ആ പ്രാക്ക് അതിനേറ്റിട്ടുണ്ട്, ഇനി പതുക്കെ അതിന്റെ മേലുള്ള ഭാണ്ഡക്കെട്ടൊക്കെ ഇറക്കിയാൽ ഇനി വിചാരിച്ച മാതിരി അതിനെ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പാഠം, ഒരു വിശ്വാസി അവന്റെ ഏത് സന്ദർഭത്തിലാകട്ടെ, അവന് വിഷമം ബാധിക്കുമ്പോഴാകട്ടെ, ദേഷ്യം ബാധിക്കുമ്പോഴാകട്ടെ, ഭയം ബാധിക്കുമ്പോഴാകട്ടെ, നല്ലതല്ലാത്ത ഒരു സംസാരം, ചിന്തിക്കാതെയുള്ള സംസാരം അവന്റെ നാവിൽ നിന്ന് വന്നുകൂടാ. അതൊരു പക്ഷേ പ്രതികൂലമായിക്കൊണ്ട് അവനെ ബാധിച്ചെന്ന് വന്നേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്ത്രീകളെ മാത്രം വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ മഅ്ശറൻ നിസാ. ഉലമാക്കൾ പറയാണ്, ഈ ഹദീസ് വിശദീകരിച്ചിട്ട് അധികവും സ്ത്രീകളിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോകാറുണ്ട്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം യാ മഅ്ശറൻ നിസാ എന്ന് വിളിച്ചത്. വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തസദ്ദഖന, നിങ്ങൾ നല്ലോണം സ്വതക്ക കൊടുത്തോളി. അത് എല്ലാവർക്കും ഉള്ളൊരു പാടാട്ടോ. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, അതിന്റെ കോപം കെടുത്തി കളയാൻ, നമുക്ക് ബാധിക്കുന്ന അപകടങ്ങൾ, ആക്സിഡന്റുകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, ഇതിനെല്ലാം തടുക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു പോംവഴിയാണ്, നരകത്തിൽ നിന്നുള്ള ഒരു കാവലാണ്. തസദ്ദഖന, സ്വതക്ക കൊടുത്തോളി. ഭക്ഷണമായിട്ടോ സമ്പാദ്യമായിട്ടോ എന്താണെങ്കിലും സ്വതക്ക കൊടുത്തോളി, നല്ലോണം സ്വതക്ക കൊടുത്തോളി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഫഇന്നി ഉരീകുന്ന അക്സറ അഹ്ലിന്നാർ. ഒരിക്കൽ നരകം എനിക്ക് കാണിക്കപ്പെട്ടപ്പോ അവിടെ ധാരാളമായി ഞാൻ നിങ്ങളെ കണ്ടു, സ്ത്രീ എന്ന വർഗത്തെ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞപ്പോ ബേജാറുകൊണ്ട് സ്വഹാബി വനിതകൾ ചോദിച്ചു, ഫഖുൽന ഫബിമ യാ റസൂലല്ലാഹ്, റസൂലെ എന്താ അപ്പൊ അതിന്റെ കാരണം? അവർ ചോദിക്കുന്നത് അത് വന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ, ആ തെറ്റ് വന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുക, റസൂലെ എന്താ അപ്പൊ അതിന് കാരണം റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറയാണ്, തുക്സിർനൽ ലഅൻ, നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ശാപവാക്കുകൾ വല്ലാതെ വരുന്നുണ്ട്, അധികമായി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വതക്ഫുർനൽ അശീർ, അഥവാ തന്റെ ഭർത്താവ് എത്ര ചെയ്തെന്നാലും ഏതെങ്കിലും ഒരു വേളയിൽ നമ്മൾ അറിയാണ്ട്, ആ സ്ത്രീകൾ അറിയാണ്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് തുടങ്ങിയ നന്ദി കെട്ട വാക്കുകൾ, ഭർത്താവ് ചെയ്തു കൊടുക്കുന്നതിനുള്ള നന്ദി കെട്ട വാക്കുകൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നു പോകുന്നു എന്നുള്ള കാരണം, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അഥവാ നാവ് കൊണ്ടുണ്ടാകുന്ന ഇത്തരം മോശമായ സംസാരങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ധാരാളമായി നരകത്തിൽ കാണിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ലാ യംബഗി ലിസിദ്ദീഖിൻ, സത്യവിശ്വാസിയായ സത്യസന്ധനായ ഒരു വിശ്വാസിക്ക്, നമ്മളൊരു വിശ്വാസിയാണ്, മുഅ്മിനാണെന്ന് അവകാശപ്പെടുന്നവരല്ലേ, അങ്ങനത്തെ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തൊരു പരിപാടി എന്താന്ന് വെച്ചാൽ അയ്യക്കൂന ലആനൻ, എന്തെങ്കിലുമൊക്കെ വരുമ്പോ ആളുകൾ ഉണ്ട് വേണ്ടാത്ത പറയാൻ നിൽക്കരുത്, എന്തെങ്കിലും ഉണ്ട് പ്രാകാൻ നിൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ തലാഅനു ബിലഅനതില്ലാ, റസൂലുള്ള പ്രത്യേകം എടുത്ത് പറയാണ്, അള്ളാഹ് നിന്നെ ശപിക്കട്ടെ, അള്ളാഹ് എന്നെ ശിക്ഷിക്കട്ടെ എന്നുള്ള സംസാരം ഒരിക്കലും പറയരുത്. വലാ ബിഗളബി, അള്ളാഹിന്റെ കോപം എൻ്റെ അടുത്ത് ഉണ്ടാകട്ടെ. പല നാട്ടിലും പല പ്രയോഗമാണ്. എന്താണെങ്കിലും ഇതുപോലത്തെ സംസാരങ്ങൾ, പ്രാക്കുകൾ, ശാപവാക്കുകൾ ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല, വിശ്വാസി ചെയ്യാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. കാരണം ഇതൊക്കെ അയാൾ ഒരു പക്ഷേ ബാധിച്ചേക്കാം. ഇനി അയാളെ ബാധിച്ചിട്ടില്ലെങ്കിൽ
അയാൾ അതിന് അർഹനല്ലെങ്കിൽ തിരിച്ച് നമുക്ക് തന്നെ അത് ബാധിച്ചേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റസൂലുള്ള പറയാണ്, ലൈസൽ മുഅ്മിനു ബിത്തആൻ. ഒരു വിശ്വാസി, ഒരു ക്വാളിറ്റി ഉള്ള വിശ്വാസി എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിയാസരം വിളിച്ചു പറയില്ല. വലൽ ലആൻ, പരസ്പരം ശാപവാക്കുകൾ നടത്തൂല. വലൽ ഫാഹിഷ്, അസഭ്യം പറയില്ല. അതുപോലെ തന്നെ വലൽ ബദി, മോശമായ വർത്താനങ്ങൾ ഓന്റെ വായിന്ന് വരില്ല. എന്തെങ്കിലും ഒരു തല്ലുണ്ടാവുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കശപേശം ഉണ്ടാവുന്ന സമയത്ത്, ഇങ്ങനത്തെ ദേഷ്യം വരുന്ന സമയത്ത് ഒരിക്കലും അവന്റെ വായിന്ന് ഇങ്ങനത്തെ ഒരു സംസാരം വരില്ല എന്നുള്ളത്. അതാണ് വിശ്വാസിയുടെ പ്രത്യേകത. അതുകൊണ്ട് വിശ്വാസി ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. സംസാരത്തിൽ, ഇടപാടുകളിൽ, കുടുംബങ്ങളിൽ, കൂട്ടുകാർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, നമുക്ക് സ്വാതന്ത്ര്യമുള്ളവർക്കിടയിൽ നമ്മൾ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സംസാരം നടത്തി കഴിഞ്ഞാൽ പരലോകത്ത് ശുപാർശക്ക് പോലും നമുക്ക് അവസരം കിട്ടൂല. പരലോകത്ത് ശുപാർശ കിട്ടുമല്ലോ, ആ ശുപാർശക്ക് പോലും അവസരം കിട്ടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. റസൂലുള്ള പറയാണ്, ഇന്നൽ ലാഇലീൻ, എന്തെങ്കിലും വരുമ്പോ അങ്ങനെ ശാപവാക്ക് പറയുന്ന ആളുകൾ ലാ യകൂനൂന ശുഹദാ വലാ ശുഫാഅ യൗമൽ ഖിയാമ, അവർക്ക് നാളെ പരലോകത്ത് ശുപാർശക്ക് വകുപ്പ് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ആ ഒരു വലിയ അവസരം തടയപ്പെടാൻ ദുനിയാവെന്നുള്ള ഈ ഒരു ചെറിയ സംസാരം കാരണമാകും. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു വിശ്വാസിയെയാണ് നമ്മൾ ശപിക്കുന്നത് എങ്കിൽ, ഒരു വിശ്വാസിയാണ് നമ്മൾ കുറ്റം പറയുന്നതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കഖത്ലിഹി, അവനെ കൊല്ലുണതിന് തുല്യാണ്. ഒരു വിശ്വാസിയെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഓനെ കൊല്ലുന്നത് പോലെയാണ്, കഖത്ലി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖദഫ മുഅ്മിനൻ ബികുഫ്രി, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു വിശ്വാസിനെ ഓ കാഫിറാണ്, ഓ മുശ്രിക്കാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അവനെ കൊല്ലുന്നതിന് സമമാണെന്ന് പറയുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പണിയല്ല. ഓ കാഫിറാണെന്ന് പറയാനോ ഓ മുശ്രിക്കാണെന്ന് പറയാനോ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതൊക്കെ അള്ളാന്റെ അടുത്താണ്, നമ്മൾ ആ പണി ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു സംസാരം നടത്തുന്നുണ്ടെങ്കിൽ അത് ആ വിശ്വാസിയെ കൊല്ലുന്നതിന് സമമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റസൂലുള്ള പറയാണ്, ഇദാ ലഅന ശൈഅൻ, ഒരാൾ മറ്റൊരാളെ ശപിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ശാപം നേരെ ആകാശത്തേക്കാണ് പോകും. ഈ ഹദീസിന്റെ ചുരുക്കം പറയാണ്, ഇത് നേരെ ആകാശത്ത് പോകും, ആകാശവാതിലുകൾ കൊട്ടി അടക്കപ്പെടും. കാരണം അത് ഇത്ര നല്ല സംസാരമല്ലല്ലോ, അതുകൊണ്ട് ആകാശവാതിലുകൾ കൊട്ടി അടക്കപ്പെടും. തിരിച്ചത് ഭൂമിക്ക് വരും, ഭൂമി അതിനെ സ്വീകരിക്കൂല. എന്നിട്ടോ മൂന്നാമതായിട്ട് ഈ ശപിച്ച ആളിലേക്ക് അഥവാ ശപിക്കപ്പെട്ട ആളുകളിലേക്ക് വരും. എന്നിട്ട് അവൻ അർഹനാണെങ്കിൽ അത് അവനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം. നമ്മൾ ആരെയാണോ ശപിക്കുന്നത് അത് അവരെ ബാധിച്ചേക്കാം. നമ്മൾ ചിലപ്പോൾ വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മളെ മക്കളോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, മക്കളെ കുറിച്ച് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന സംസാരങ്ങൾ ഇതൊന്നും ഒരിക്കലും നന്നാവൂല എന്ന് തുടങ്ങിയിട്ടുള്ള മോശമായ സംസാരങ്ങൾ അതും അവരെ പ്രതികൂലമായി തന്നെ ഒരു പക്ഷെ ബാധിച്ചേക്കാം. എന്താണെങ്കിലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരിക്കലും ഒരു സാഹചര്യത്തിലും അങ്ങനെ വന്നു പോകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആ ഹദീസിന്റെ ബാക്കി കാണാം, അയാളെ ബാധിക്കാതെ വന്നാൽ, അയാൾ അതിന് അർഹനല്ല എങ്കിൽ തിരിച്ചാ ശാപം നടത്തിയ ആളുകളിലേക്ക് തന്നെ അതിന്റെ ഭവിഷ്യത്ത് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. മാത്രമല്ല നമ്മളിൽ നിന്ന് അറിയാണ്ട് സംഭവിച്ചു പോകുന്ന ഒരു സംസാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വല്ലാണ്ട് കാറ്റുണ്ടാവുന്ന സമയം, നമുക്ക് ആ സമയത്ത് കാറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ആ സമയത്ത് കാറ്റില്ലാത്ത അവസ്ഥയോ നമുക്ക് ആവശ്യം ഉണ്ടാവും. പക്ഷെ ആ സമയത്താവും പ്രകൃതി വല്ലാണ്ട് കാറ്റ് വീശുണ്ടാവാം, നമുക്ക് നല്ല തണുപ്പ് ആവശ്യമുള്ള സമയമാവും, ആ സമയത്താവും പ്രകൃതിയിൽ നല്ല ചൂടുണ്ടാവാം. നമുക്ക് ചൂടുള്ള സമയമാവും ആവശ്യം ഉണ്ടാവുക വസ്ത്രമൊക്കെ ഉണങ്ങാൻ, നമ്മള് കൊപ്പരി ഇതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് മഴ ഉണ്ട് പെയ്യും. ഇങ്ങനത്തെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വേളയിൽ ആ പ്രകൃതിയെ നമ്മൾ കുറ്റം പറയുമ്പോൾ, ആ പ്രകൃതിയെ നമ്മളെ നാവ് കൊണ്ട് ശപിക്കുമ്പോ പ്രാകുമ്പോ അതെല്ലാം ഈ ഗണത്തിലാണ് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. മാത്രമല്ല അതിനെ സംവിധാനം ചെയ്ത റബ്ബിനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരങ്ങൾ അത് കൃത്യമാകണം. മോശമായ സംസാരത്തിലേക്ക് നമ്മുടെ നാവിനെ നമ്മൾ കൊണ്ടുവരരുത്. കാരണം ഇത് നമ്മളെ പരലോകത്തിനെ ബാധിക്കുന്നതാണ്, നമ്മളെ ശുപാർശയെ ഇല്ലാതെയാക്കുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക.
കൃത്യമായിക്കൊണ്ട് എന്താണ് പറയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് പറയാൻ, അതുമൂലം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ഇബാദല്ലാഹ് തഖുല്ലാഹ്. പ്രിയമുള്ളവരെ, ഹിജ്റ 6 ഹിജ്റ വർഷം 6 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്റിലെ ഭരണാധികാരി മുഖൗഖിസ് എന്ന് പറയുന്ന ഭരണാധികാരി മാരിയത്തുൽ ഖബ്തിയ എന്ന ഒരു അടിമ സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കൊടുത്തു, സമ്മാനമായി കൊടുത്തു. അന്നത്തെ കാലത്ത് അടിമകളെ ഈ നിലക്ക് സമ്മാനമായി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഖദീജ, ഭാര്യയായ ഖദീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗിഫ്റ്റ് കൊടുത്താണ് സെയ്ദ് എന്നുള്ള അടിമേനെ. ആവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ഹിജ്റ 6 സമ്മാനമായി കൊടുത്ത ഈ ഒരു അടിമ സ്ത്രീയിൽ നിന്ന് ഹിജ്റ 8 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകൻ ജനിച്ചു. ഇബ്രാഹിം എന്ന് പേര് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉപ്പയുടെ പേര് അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ഞാൻ ഇവനെ വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം എന്ന് പേര് വിളിച്ചു. പിന്നീട് ഹിജ്റ 10 അദ്ദേഹത്തിന് ഇബ്രാഹിമിന് 2 വയസ്സ് തികയുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ തിരിച്ചു വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കൾ എന്നുള്ള അടയാളങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഒരു ചുരുക്കി വായന നടത്തേണ്ടതുണ്ട്. അതേക്കുറിച്ച് പറയുമ്പോൾ ഉലമാക്കൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഖാസിം എന്ന് പറയുന്ന ഒരു കുട്ടി, അദ്ദേഹം ജനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ വയസ്സിന് മുമ്പാണ്. നുബുവത്തിന് മുമ്പായിക്കൊണ്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ ജനിച്ച് 2 വയസ്സ് തികഞ്ഞപ്പോൾ ആ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കാം. നമ്മൾ ആലോചിക്കണം, അദ്ദേഹത്തിന് നൽകപ്പെട്ട മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തിരിച്ചു വിളിക്കുന്ന ഓരോ രംഗങ്ങളാണ്. അത് കഴിഞ്ഞ് അബ്ദുല്ലാഹ് എന്ന് പറയുന്ന കുട്ടി, താഹിർ എന്നൊക്കെ അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹവും മരിക്കുകയാണ്. അഥവാ മാസം തികഞ്ഞിട്ടുള്ളൂ. ഈ ചില മാസങ്ങൾ തികയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹവും മരിക്കുകയാണ്. അബ്ദുള്ള എന്ന കുട്ടിയും മരിക്കുകയാണ്. പിന്നീടാണ് 3ാമത്തെ മകൻ ഇബ്രാഹിം ജനിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഇതേപോലെ തന്നെ 2 വയസ്സ് തികയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹവും മരണപ്പെടുകയാണ്. നമുക്കറിയാം, പിന്നീട് 4 പെൺമക്കളാണ്. 4 പെൺമക്കൾ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, അവര് ഇതേപോലെ ബദറിൽ ഒരു റമദാൻ മാസത്തിൽ ആണ് മരണപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഫാത്തിമ ബീവി ഒഴികെയുള്ള ബാക്കി 6 മക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിലെ 6 മക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ വിട പറഞ്ഞു. ഇതിൽ ഇബ്രാഹിം എന്ന മകന്റെ വിയോഗവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സ്വഹാബി ചോദിക്കുകയാണ്, വഅൻത യാ റസൂലല്ലാഹ്, റസൂൽ നിങ്ങൾ കരയേ? അഥവാ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളല്ലേ, നിങ്ങൾ കരയേ റസൂലെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ ഇബ്ന ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഇന്നഹാ റഹ്മ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിൽ കൊടുത്ത ഒരു കാരുണ്യമാണോ. സുമ്മ അത്ബഅഹ ഉഖ്റ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്കൊരു പാഠമുണ്ട്.
നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കൊണ്ട് കേട്ട മരണ വാർത്തകൾ, പൊന്നോമനകളുടെ വിയോഗ വാർത്തകൾ, അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിലിട്ട് തരുന്ന ഒരു റഹ്മത്താണ്. വല്ലാത്തൊരു സ്നേഹവും അനുകമ്പയും അവരോട് നമുക്കുണ്ടാവും. പക്ഷേ അവരെ തിരിച്ചെടുക്കാനുള്ള അവകാശവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാ, കരയാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട്. മനസ്സ് വേദനിക്കും. റസൂലുള്ള പറയാണ്, ഇന്നൽ ഐന തദ്മ, കണ്ണിന്ന് വെള്ളം വരും. നമ്മളെ മനസ്സിനെ ബാധിച്ച ഒരു പ്രശ്നമാണല്ലോ, കണ്ണിന്ന് വെള്ളം വരും. വൽ ഖൽബു യഹ്സുൻ, മനസ്സിന് വല്ലാണ്ട് വിഷമം ഉണ്ടാവും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുന, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തൊരു സംസാരം നമ്മുടെ വായിന്ന് വരൂല. അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. നമ്മൾ എത്ര ആഗ്രഹിച്ച് കൊതിച്ച ഇഷ്ടപ്പെട്ട ഒരു സാധനം റബ്ബ് നമ്മിൽ നിന്ന് തിരിച്ചെടുത്താലും നമ്മൾ അതിൽ ക്ഷമിക്കും. അതാണ് വിശ്വാസിയുടെ പ്രത്യേകത. അത് ആർക്ക് ബാധിച്ചാലും, ഇന്ന് അത് അവരെ ബാധിച്ചതാണെങ്കിൽ നാളെ അത് നമ്മളെ ബാധിക്കുന്നു എങ്കിൽ നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒന്നും നമ്മളെ വായെന്ന് വരൂല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം നിമിഷത്തിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. അതുപോലെ തന്നെ അവസാനമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്യം, അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നിന്റെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒരു പരിധി വെച്ച് ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെടുമ്പോ ദുനിയാവിൽ നമ്മൾ ആളുകളെ ഇഷ്ടപ്പെടുമ്പോ ഒരു പരിധി വെച്ച് ഇഷ്ടപ്പെടുക. എപ്പോഴാ അവരെ തിരിച്ചു വിളിക്കാൻ നമുക്കറിയില്ല, ആരാണെങ്കിലും. ആ വിയോഗത്തിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അവിടെ ഒരു പരിധി വേണം, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ഒരാളോട് എങ്ങനെയെങ്കിലും ദേഷ്യം തോന്നിപ്പോയാൽ ഈ ഒരു അവസ്ഥ തന്നെ വേണം എന്ന് അദ്ദേഹം പറയണം. എന്താണെങ്കിലും ഈ ഒരു വേളയിൽ, ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എന്താണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും ഇത്തരം അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു അവന്റെ വിശാലമായ മഗ്ഫിറത്തൊന്നുകൊണ്ട് മാത്രം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ആഫിയത്തോടു കൂടെയുള്ള, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ, നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ, നമുക്കേറെ വേണ്ടപ്പെട്ട നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ, അള്ളാഹു ഏവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آل محمد. أقم الصلاة.